മലബാറിലെ മൈസൂർ അധിനിവേശ കാലഘട്ടം വർഷങ്ങളുടെ എണ്ണത്തിൽ നോക്കിയാൽ തുലോം കുറവാണെങ്കിലും ആ 10-30 വർഷങ്ങൾ കൊണ്ട് തന്നെ മലബാറിൽ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ അവസ്ഥകളിലെല്ലാം തന്നെ വലിയ മാറ്റങ്ങൾ വരികയുണ്ടായി എന്ന് കാണാം. പ്രത്യേകിച്ച് മാപ്പിളമാരിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയുണ്ടായി. അതുകൊണ്ട് കൂടിയാണ് മൈസൂർ സുൽത്താൻമാരുടെ ഭരണത്തെക്കാളും അതിവിടെ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്നത് ചരിത്ര വഴികളിൽ പ്രാധാന്യത്തോടെ നിലനിൽക്കുന്നത്. ആദ്യമേ പറഞ്ഞു, ഒരു കാലത്ത് വ്യാപാര മേഖലയിലും സാമൂതിരിയുടെ വലങ്കൈയുമായൊക്കെ നിറഞ്ഞു നിന്നിരുന്ന മുസ്ലിങ്ങൾ യൂറോപ്യന്മാരുടെ വരവോടെ പിന്തള്ളപ്പെടുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ മൈസൂർ ഭരണമേഖലകളുടെ വരവും സ്വാധീനവും മാപ്പിളമാരുടെ ജീവിതത്തിൽ ഒരു മാനസിക ഉണർവ് നൽകിയതായി ഏവരും നിരീക്ഷിക്കാറുണ്ട്. ഇത് നിലവിലെ വ്യവസ്ഥിതിയിൽ നിന്നും മാറി ഹൈദരലിക്കും ടിപ്പു സുൽത്താനും മാപ്പിളമാർ നൽകിയ പിന്തുണയിലും സൈന്യത്തിൽ ഒട്ടനവധി പേർ ചേർന്നതുമൊക്കെയായി ബന്ധപ്പെടുത്തുകയും ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ജനസംഖ്യ വളർച്ച. കേവലം 30ഓളം വർഷങ്ങൾ ഒക്കെയേ മൈസൂർ സ്വാധീനം ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ഈ കാലയളവിൽ മാപ്പിളമാരുടെ ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട്. ഇതിൽ നിർബന്ധിത പരിവർത്തനം ഒരു ഘടകമായിരുന്നെങ്കിലും അതിൻ്റെ തോത് ചെറിയ അളവിൽ തന്നെയായിരുന്നു. അതുപോലെ മതം മാറിയ ചില ഉയർന്ന ജാതിക്കാരായ ഹിന്ദുക്കൾ പിന്നീട് ഇസ്ലാം ഉപേക്ഷിച്ചാൽ നേരിടേണ്ടി വരുന്ന പുനഃപ്രവേശനത്തിലെ സങ്കീർണതകളും മറ്റുമൊക്കെ ഓർത്ത് ഇസ്ലാം മതത്തിൽ തന്നെ തുടർന്നിരിക്കാം. എന്നാൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് താഴ്ന്ന ജാതിക്കാരും ജാതി വ്യവസ്ഥയ്ക്കൊക്കെ പുറത്തുള്ളവരുമായ ഒട്ടനവധി പേർ ഇസ്ലാം മതം സ്വീകരിച്ചതാണ്. അതുവരെയും ഇതൊക്കെ പലപ്പോഴും ഇവിടെ നടന്നിരുന്നുവെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദു രാജാക്കന്മാരുടെ എതിർപ്പിനിടയാക്കാത്ത രീതിയിൽ മാത്രമായിരുന്നു അത് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഭരണതലം മാറിയതോടെ തുല്യത വാഗ്ദാനം ചെയ്യപ്പെട്ട പരമ്പരാഗത യജമാനന്മാരിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്ന പുതിയ അവസരങ്ങൾ നൽകുന്ന രീതിയിൽ മതം മാറ്റം ഇവിടെ വ്യാപകമായി മാറി. ഓടിപ്പോയ ഭൂപ്രഭുക്കളുടെ ഒക്കെ ഭൂമിയും അല്ലാത്ത ഭൂമിയുമൊക്കെ ചെറിയ വിലയ്ക്ക് വാങ്ങാനോ കൈക്കലാക്കാനോ മാപ്പിളമാർക്ക് കഴിഞ്ഞതും ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കമായി കാണാം. അപ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലെ മൈസൂർ ഭരണത്തിൻ്റെ സ്വാധീനം കൊണ്ട് തന്നെ ഇവിടെ വലിയ തോതിൽ മതപരിവർത്തനം നടന്നിരുന്നു. മൈസൂർ ഭരണാധികാരികളെ മാപ്പിളമാർ സ്വീകരിച്ചിരുന്നുവെങ്കിലും അവരുടെ നയം പണമുണ്ടാക്കുക എന്നതുകൊണ്ട് തന്നെ കടുത്ത നികുതി ഘടനയൊക്കെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. നികുതി പിരിവുകാർ ഒക്കെ തന്നെയും മൈസൂർ ഭരണാധികാരികളുടെ താല്പര്യവുമാണ് സംരക്ഷിച്ചിരുന്നത്. അതുപോലെ വിളവെടുപ്പും പരമാവധിയായിരുന്നു. ഇതിൻ്റെ ഭാഗമായി അടിച്ചമർത്തലുകളും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിളവിലെ കുറവുമൊക്കെ സംഭവിച്ചിരുന്നു. ഇത്തരത്തിൽ പതിയെ പതിയെ മൈസൂർ ഭരണത്തിനെതിരെ തന്നെ മാപ്പിളമാർ തന്നെ കലാപം നടത്തുന്ന സന്ദർഭങ്ങളും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. മൈസൂർ ഭരണ മേഖലയുടെ വരവോടെ ആക്രമണത്തിൻ്റെയും വർഗീയതയുടെയും തോതും വർദ്ധിക്കുന്നതായി കാണാം. എതിരാളികളെ മതത്തിൻ്റെ കണ്ണിൽ കാണുന്നതിനും എതിരാളികളെ കീഴടക്കുന്നതിനും മതപരമായ കാര്യങ്ങളിലുമൊക്കെ ആയുധം പ്രയോഗിക്കാം എന്നതുമൊക്കെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടിയായിരുന്നു. പോർച്ചുഗീസുകാർ ഇവിടെ സൃഷ്ടിച്ച നയത്തിൻ്റെ കൂടുതൽ വലിയൊരു പതിപ്പായിരുന്നു അത് എന്നും പറയാം. ഭരണത്തിൻ്റെ സുഖത്തിനായി മതത്തെ കൂട്ടുപിടിച്ച മൈസൂർ ഭരണാധികാരികൾക്ക് പോലും പിന്നീട് സമാധാനം നിലനിർത്തുന്നതിനായി ആക്രമണങ്ങൾ നടത്തിയ മാപ്പിളമാരെ തന്നെ അടിച്ചമർത്തേണ്ടതായുള്ള അവസ്ഥയൊക്കെ പിൽക്കാലത്ത് ഉണ്ടാവുന്നുമുണ്ട്. മലബാറിലെ ഭൂമികളൊക്കെയും മാപ്പിളമാരുടെ കൈകളിൽ ആയിരുന്നില്ല എന്ന് പറഞ്ഞാലും, അതായത് കച്ചവടത്തിൻ്റെ ഭാഗമായി രാജാക്കന്മാർ സ്നേഹത്തോടെയൊക്കെ നൽകിയ ഭൂമിയല്ലാതെ അതുവരെയും മാപ്പിളമാർ പൊതുവിൽ ഭൂവുടമകളായിരുന്നില്ല. അതിനർത്ഥം വലിയ ശതമാനം പേരും ഭൂമിയില്ലാത്തവർ എന്നത് തന്നെ. ആ കാലത്ത് ജന്മാവകാശമുള്ളവർക്ക് മാത്രം ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം എന്നതായിരുന്നു. അതായത് ഈ ജന്മാവകാശത്തെ ജന്മം എന്ന് വിളിച്ചിരുന്നതിനാൽ ഈ പദവിയുള്ളവരെ ജന്മികൾ എന്ന് വിളിച്ചു പോന്നു. അപ്രകാരം സൃഷ്ടിച്ചെടുത്ത ഭൂമിയുടെ അവകാശം അവർ പാട്ടത്തിന് നൽകുന്നതും അവർക്ക് താല്പര്യമുള്ള ആളുകൾക്കായിരിക്കും. ഭൂമിയില്ലാത്ത ആ കാല കർഷക തൊഴിലാളികളൊക്കെ സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ഏറ്റവും നിസ്സഹായമായ ജീവിതമായിരുന്നു നടത്തിയിരുന്നത്. പാട്ടത്തിന് എടുത്തിരുന്നവർക്ക് പോലും വലിയൊരു ആദായം അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയിരുന്നോ എന്നതും സംശയമാണ്. പാട്ടക്കരാറിന് പ്രത്യേകിച്ച് ഒരു സുരക്ഷയും ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധിക്കണം. എന്ത് നടന്നാലും ജന്മി തന്നെ ആയിരുന്നു അവസാന വാക്ക്. വിളയൊക്കെ പിടിച്ചെടുക്കാനുള്ള അവസരവും ജന്മിക്ക് ഉണ്ടാവുമല്ലോ. ഇത്തരമൊരു പല തട്ടിലുള്ള സാമൂഹിക ക്രമത്തിൽ പ്രത്യേകിച്ച് താഴെയുള്ളവർക്ക് സുരക്ഷിതത്വം നൽകാൻ വ്യവസ്ഥകൾ തുലോം കുറവെന്നിരിക്കെ
അവിടെ അനീതികളും അടിച്ചമർത്തലുകളും കൊടിയ പീഡനങ്ങളുമൊക്കെ മലബാറിലെ സാമൂഹിക ഘടനയെ മോശമാക്കി തീർത്തിരുന്നു. പുതിയൊരു ഭരണക്രമം വന്നാൽ അത് തകർത്തെറിയാൻ ഏവരും അതിനെ പിന്തുണയ്ക്കും എന്നതൊരു വസ്തുതയാണല്ലോ. ചുരുക്കിയാൽ ഇത്തരമൊരു ദുഷിച്ച സാമൂഹിക ഘടനയ്ക്ക് ആദ്യമായി വെല്ലുവിളി ഉയർത്തുന്നത് മൈസൂർ രാജാക്കന്മാരാണ്. അവിടെ ജന്മികൾ മാറി ഭരണകൂടമാണ് യഥാർത്ഥ ഉടമസ്ഥനെന്നും അതുകൊണ്ട് തന്നെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഭരണകൂടത്തിന് എന്ന നില ഹൈദരലി ഇവിടെ കൊണ്ടുവന്നു. ഇത്തരമൊരു പുതിയ സംവിധാനം ജന്മികളുടെ അധികാരത്തെ ദുർബലമാക്കിയപ്പോൾ അന്ന് കർഷകർ അനുഭവിച്ചിരുന്ന സ്ഥിതികൾക്ക് കാര്യമായ പരിഹാരം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ചെറിയൊരു മാറ്റം അവരിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായി എന്ന് പറയാം. പിൽക്കാലത്ത് ഹൈദരലി പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതായതോടെ അംഗീകരിക്കുന്ന ഹിന്ദു രാജാക്കന്മാർക്ക് തന്നെ പദവികൾ നൽകുന്ന രീതികളുമൊക്കെ എടുക്കുന്നുണ്ട്. ചുരുക്കിയാൽ കലങ്ങിമറിഞ്ഞ ഒരു അന്തരീക്ഷം മലബാറിലെങ്ങും കാണാം. പക്ഷേ മൈസൂരിൻ്റെ വരവോടെ അതുവരെയും ജന്മികൾക്കുണ്ടായിരുന്ന ആ വലിയ ശക്തി തകർന്നു എന്നത് യാഥാർത്ഥ്യമാണ്. സ്വത്ത് കൈവശം വച്ചിരുന്ന പ്രബലരെ, പ്രത്യേകിച്ച് എതിർസ്വരം ഉയർത്തിയിരുന്നവരെ മൈസൂർ സൈന്യം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ചെയ്തു. അവരുടെ സമ്പത്ത് കൈക്കലാക്കുകയുമുണ്ടായി. ആ കാലത്ത് മാപ്പിളമാർക്ക് ഭൂമിയൊക്കെ കൈക്കലാക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് കാണാം. ഇത് ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് തുറന്നു നൽകുകയും ചെയ്തു. മൈസൂർ ഭരണം അവസാനിച്ചതിന് ശേഷം ബ്രിട്ടീഷ് വന്നതും അവർ പരമ്പരാഗത ഭൂവുടമകളുടെ നയത്തിന് പിന്തുണ നൽകിയതും മാപ്പിളമാരുടെ കലാപങ്ങൾക്കുള്ള ഒരു കാരണമായും വിലയിരുത്താം. 1791 യുദ്ധം അവസാനിച്ചതിന് ശേഷം സമാധാന ഉടമ്പടി പ്രകാരം ടിപ്പു സുൽത്താന് ഒട്ടനവധി പ്രദേശങ്ങൾ ബ്രിട്ടീഷിന് വിട്ടു നൽകേണ്ടതായി വന്നു. അതിൽ നിർണായകമായ ഒരു മേഖലയായിരുന്നു മലബാർ എന്നത്. അപ്രകാരം 1792 മുതൽ 1947 വരെയും ബ്രിട്ടീഷിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു മലബാർ പ്രദേശമെന്ന് പറയാം. 1805 മുതൽ തിരുവിതാംകൂറും ഒപ്പുവച്ച ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് സംരക്ഷണം അംഗീകരിക്കാനും അതിനായി വർഷം 8 ലക്ഷം രൂപ കപ്പം നൽകാനും ബ്രിട്ടീഷുകാർ നിയമിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേശം സ്വീകരിക്കാനും വ്യവസ്ഥകളാവുന്നുണ്ട്. ചുരുക്കിയാൽ കേരള മേഖലകളുടെ ആകെ നിയന്ത്രണം ബ്രിട്ടീഷിൻ്റെ കൈകളിലേക്ക് വരികയാണ്. സ്വാഭാവികമായും മൈസൂർ ഭരണത്തിൽ ചില മാറ്റങ്ങൾ കണ്ട മാപ്പിളമാർക്ക് ഈ പുതിയ വ്യവസ്ഥയിലും മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ. ഈ ഒരു കാലമൊക്കെ ആയപ്പോഴേക്ക് വാണിജ്യ വരുമാനത്തിൽ നിന്ന് മാറി കമ്പനി നികുതി വരുമാനത്തിലേക്ക് ശ്രദ്ധ മാറ്റുന്നുണ്ട്. മലബാറിൻ്റെ നിയന്ത്രണത്തിനായി കമ്പനി നടപടികൾ എടുത്തതും വെറുമൊരു യുദ്ധത്തിൻ്റെ ഭാഗമായൊന്നും കാണാനുമാവില്ല. കാരണം 1792 മലബാർ ബ്രിട്ടീഷിന് വിട്ടു നൽകുമ്പോഴുള്ള വാർഷിക നികുതി വരുമാനം ഏതാണ്ട് 10 ലക്ഷത്തോളം പഗോഡകളായിട്ടാണ് ടിപ്പു കണക്കാക്കിയിരുന്നത്. ഇന്നത്തെ മൂല്യമൊക്കെ വെച്ച് നോക്കിയാൽ 700 മുതൽ 1000 കോടി രൂപയുടെയൊക്കെ വരുമാന മേഖലയാണ് ഇതെന്ന് കാണാം. അതുകൊണ്ട് തന്നെ മലബാർ എന്നത് കമ്പനിക്ക് നിർണായകം തന്നെയായിരുന്നു. തിരുവിതാംകൂറിൽ നിന്നുള്ള വരുമാനവും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ കേരളം എന്നത് കമ്പനിക്ക് വലിയ എതിരാളികളൊന്നുമില്ലാത്ത ഒരു വലിയ വരുമാന സ്രോതസ്സായിരുന്നു എന്ന് കാണാം. മൈസൂർ ഭരണകാലത്തിന് ശേഷം വടക്കൻ മലബാറിലെ സ്ഥിതിഗതികൾ മോശമായിരുന്നു എന്ന നിലയിലാണ് ബ്രിട്ടീഷ് റിപ്പോർട്ടുകൾ ആകെയുള്ളത്. ഒട്ടനവധി രാജ്യങ്ങളായും നാട്ടുരാജ്യങ്ങളായും ചിതറിയിരിക്കുന്ന, വർഗീയതയൊക്കെ വർദ്ധിച്ചിട്ടുള്ള, ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന, പ്രധാന ഭൂവുടമകളൊക്കെ നാടുവിട്ട, കൊള്ളയും പിടിച്ചുപറിയും വ്യാപകമായ എന്ന നിലയിലൊക്കെയാണ് ബ്രിട്ടീഷ് മലബാറിനെ നോക്കിക്കാണുന്നത്. എങ്കിലും മലബാറിലെ കുരുമുളക് അവരുടെ പ്രധാന ലക്ഷ്യമായിരുന്നു. ഏതാണ്ട് 1840 വരെയും മലബാറിലെ കുരുമുളക് ബ്രിട്ടീഷുകാരുടെ പ്രധാന വാണിജ്യ മേഖല കൂടിയായിരുന്നു. ഇനി ഇവിടെ അവരുടെ നയങ്ങൾ മാപ്പിളമാർക്ക് ഒരിക്കലും അനുകൂലമായിരിക്കില്ല എന്ന് കാണാം. കാരണം ടിപ്പുവിനെതിരെയുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷിനെ സഹായിക്കുന്നത് ഹിന്ദു രാജാക്കന്മാരാണ്. അവിടെ എതിരാളികളായിട്ടായിരുന്നു കൂടുതലും മാപ്പിളമാർ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷിനെ സഹായിച്ചതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാർക്ക് പദവികളും നികുതി പിരിക്കാനുള്ള അവകാശവുമൊക്കെ ബ്രിട്ടീഷ് നൽകി. ആദ്യം ചെറിയ നികുതിയാണെങ്കിൽ പിന്നീട് അത് കൂട്ടിയും ഭരണകാര്യങ്ങളിൽ ഇടപെട്ടും ബ്രിട്ടീഷ് നയങ്ങളിലും പിന്നീട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പഴശ്ശിരാജയുടെയൊക്കെ പോരാട്ടം ആ വഴികളിൽ കാണാം. മലബാറിൽ ബ്രിട്ടീഷുകാർ മൈസൂർ ഭരണതലം പണ്ട് സ്വീകരിച്ച ഭൂമിയുടെ മേലുള്ള ഭരണകൂടത്തിൻ്റെ അധികാരം എന്ന നയം തന്നെയാണ് പിന്നീടും തുടരുന്നത്. എന്നാൽ ഇവിടെ അവർ തന്ത്രപരമായ ഒരു നീക്കം നടത്തുകയുണ്ടായി. പഴയ പ്രദേശങ്ങളിലെ രാജാക്കന്മാരെ തന്നെ ഭൂനികുതി ഏജന്റുമാരായി നിയോഗിക്കുകയും അഥവാ ജന്മികളുടെ അവകാശം തുടരാനുള്ള വഴികൾ തുറന്നിടുകയും
എന്നാൽ വരുമാനം തുല്യമായ രീതിയിൽ വീതിക്കുക എന്ന നയം ചേർത്ത് നികുതി പിരിവ് ഉറപ്പാക്കാനും മലബാറിലെ പരമ്പരാഗത ശക്തികളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താനും ബ്രിട്ടീഷ് നടപടികളെടുത്തു. ഇത്തരത്തിൽ ഓടിപ്പോയവർക്കും മറ്റുമായി ഉടമസ്ഥാവകാശം തിരികെ വന്നത് അക്കാലത്ത് ഭൂമി കൈവശം വച്ചിരുന്ന പല മുസ്ലിം മേഖലകളും താഴ്ന്നവരുമൊക്കെയായി സംഘട്ടനങ്ങൾക്കും കാരണമായി. ബ്രിട്ടീഷിൻ്റെ മാപ്പിളമാരോട് ആദ്യകാലങ്ങളിൽ പൊതുവെയുള്ള നയം എതിരായിരുന്നു എന്ന് കാണാം. എങ്കിലും ടിപ്പുവിനോട് ചേർന്ന് പോരടിച്ച പല മാപ്പിള സൈന്യത്തിനും ബ്രിട്ടീഷ് പിന്നീട് മാപ്പ് നൽകിയതായിട്ടൊക്കെ കാണാം. അനുരഞ്ജനത്തിൻ്റെ ഭാഗമായുള്ള ബ്രിട്ടീഷ് നയമായും അതിനെ കണക്കാക്കാം. പരമ്പരാഗതമായ ഭൂനിയന്ത്രണ വ്യവസ്ഥയിലേക്കുള്ള മടങ്ങിപ്പോക്ക് വീണ്ടും വലിയൊരു മാറ്റമായിരുന്നു. അത് ദോഷകരമായ ചില അവസ്ഥകൾക്കും വഴി തുറന്നു. ഭൂമിയുടെ മേൽ നിയന്ത്രണം സ്ഥാപിക്കാനുള്ള ജന്മികളുടെ നയം മാപ്പിള കുടിയാന്മാരും മറ്റുള്ളവരുമൊക്കെ ഒരു പരിധിവരെ എതിർത്തിരുന്നു. പ്രഭുക്കന്മാരെ നായന്മാരും പ്രഭുക്കന്മാർ രാജാക്കന്മാരെയും അനുഗമിക്കുന്ന പഴയ സൈനിക സേവന സമ്പ്രദായത്തിൻ്റെ തിരിച്ചുവരവ് മൈസൂർ ഭരണകാലത്ത് അടിച്ചമർത്തൽ നേരിട്ടവരുടെ പ്രതികാര ബുദ്ധിയും ഉണർത്തി. തങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന കൊടിയ പീഡനങ്ങൾക്ക് നേർ പ്രതികാരം എന്ന നിലയിൽ വീണ്ടും അധികാരതലത്തിലെത്തിയ പരമ്പരാഗത ശക്തികൾ നടപടികളെടുത്തപ്പോൾ വീണ്ടും സമൂഹത്തിനത് ദോഷകരമായി മാറി. മാപ്പിളമാർക്കൊക്കെ അടിച്ചമർത്തൽ വീണ്ടും നേരിടേണ്ടി വന്നു. അതിനെതിരെ ചില അവകാശങ്ങൾ ലഭിച്ചിരുന്ന മാപ്പിളമാരും പോരടിച്ചു. ഇതിനെ തടയിടാൻ ബ്രിട്ടീഷുകാർ പല നടപടികളൊക്കെ എടുത്തെങ്കിലും അത് പൂർണ്ണമായി വിജയിച്ചില്ല. ഏറനാട്ടിലും വള്ളുവനാട്ടിലുമൊക്കെ മാപ്പിളമാർ തങ്ങളുടെ അമർഷം വലിയ തോതിൽ തന്നെ പ്രകടിപ്പിക്കാനും തുടങ്ങി. ഒരു കാലം വരെ മാപ്പിളമാരോട് മികച്ച ബന്ധം പുലർത്തിയിരുന്ന സാമൂതിരി മേഖല മൈസൂർ ഭരണത്തിന് ശേഷം ഭാവി ബ്രിട്ടീഷിനൊപ്പം എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അതിനനുസരിച്ചുള്ള നീക്കങ്ങളും നടത്തിയിരുന്നു. ഏറനാട്ടിലെ നികുതി പിരിവ് മാപ്പിളമാർ തടഞ്ഞപ്പോൾ അത് പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർക്ക് തന്നെ സാമൂതിരി വിട്ടുകൊടുക്കുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ടിപ്പുവിൻ്റെ ഭരണകാലത്തിനിപ്പുറവും തെക്കൻ മലബാർ മേഖലയിൽ പിന്നീടും കുറേ കാലം മാപ്പിള പ്രതിരോധമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ബ്രിട്ടീഷ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇവിടം തീരദേശ മാപ്പിളമാരും ഉൾനാടൻ മാപ്പിളമാരും എന്ന നിലയിൽ രണ്ട് രീതിയിൽ തന്നെ പരാമർശിക്കുന്നുമുണ്ട്. തീരദേശങ്ങളിലുള്ളവർ നല്ല സ്വഭാവമുള്ള വ്യാപാരികളാണെന്നും ഉൾനാടുകളിലുള്ളവർ ശല്യക്കാരെന്നും ബ്രിട്ടീഷ് റിപ്പോർട്ട് കാണാം. ഈ മേഖലയിലെ സാധാരണക്കാരെ അടിച്ചമർത്തുന്നതും അതിനെ പ്രതിരോധിക്കുന്നതുമായ ഒട്ടനവധി സംഭവങ്ങളും ഈ കാലത്ത് നടന്നിട്ടുണ്ട്. ഏതായാലും മലബാറിലെ തുടർച്ചയായ പ്രശ്നങ്ങളെ നേരിടുന്നതിനായും രാജാക്കന്മാരുടെ നീക്കങ്ങൾ കൃത്യമല്ല എന്ന് തോന്നിയതിനാലും 1800 മലബാറിൻ്റെ നിയന്ത്രണം ബ്രിട്ടീഷ് നേരിട്ട് ഏറ്റെടുക്കുകയുണ്ടായി. രാജാക്കന്മാർക്ക് അതത് മേഖലകളിലെ വരുമാനത്തിൻ്റെ 25% നൽകുന്ന രീതിയും വന്നു. ഇത്തരത്തിലുള്ള ബ്രിട്ടീഷ് കടന്നുകയറ്റത്തിനെതിരെ ഹിന്ദു രാജാക്കന്മാരും പിന്നീട് പടപൊരുതുന്നുണ്ട്. പഴശ്ശിരാജയുടെയൊക്കെ പോരാട്ടങ്ങൾ ഇവിടെ കാണാം. റിപ്പോർട്ടുകളിൽ പഴശ്ശിരാജ ബ്രിട്ടീഷിന് വലിയൊരു തലവേദനയായിരുന്നു എന്ന് കാണാം. ടിപ്പുവിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്നവർ പോലും പഴശ്ശിക്കൊപ്പം നിന്ന് പോരടിച്ചതും കാണാം. ബ്രിട്ടീഷിനെതിരെ മലയാളി പ്രതിരോധ പ്രസ്ഥാനത്തിൻ്റെ കോട്ട തീർത്ത പഴശ്ശി 1805 നവംബർ 30 വയനാടൻ കാടുകളിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീടും ചെറിയ എതിർപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും ബ്രിട്ടീഷിന് മലബാർ ഭരിക്കുന്നതിനെ തടയാൻ മാത്രം ശക്തിയുള്ള ആരും പിന്നീട് ഉയർന്നു വന്നില്ല. സ്വാഭാവികമായും തുടർന്ന് മലബാർ കാലങ്ങളോളം ബ്രിട്ടീഷിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ തുടർന്നു.